ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നിവിടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സയൻസ് ഒളിമ്പിയാഡ് നമ്മൾ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു, ഇപ്പോൾ സെക്കൻഡ് ലെവലായി. അപ്പോൾ സെക്കൻഡ് ലെവലിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. കാരണം ഫസ്റ്റ് ലെവലിനെ പോലെ അത്രയ്ക്ക് സിമ്പിൾ ആയിരിക്കില്ല സെക്കൻഡ് ലെവല്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെവലിൽ കഴിഞ്ഞയൊക്കെ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻസ് 2025 വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നോക്കാം. അപ്പം എന്താണ് ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഇത് സയൻസ് ഒളിമ്പിയാഡ് സെക്കൻഡ് ലെവലിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെഫർ ടു ദ ഗിവൺ വെൻ ഡയഗ്രാം ആൻഡ് സെലക്ട് ദി ഓപ്ഷൻ ദാറ്റ് കറക്റ്റ്ലി ഐഡന്റിഫൈസ് എക്സ് ആൻഡ് വൈ. അതായത് ഈ ഡയഗ്രാമിൽ എക്സും വൈയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് എക്സും വൈയും നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ഏതാണ് കറക്റ്റ് എക്സും വൈയും എന്ന് കണ്ടുപിടിക്കണം. അപ്പം എന്താണ് എക്സ് എന്ന് പറയുന്നത് അതിന് സ്ലിതർ ഓൺ ദി ഗ്രൗണ്ട്, അതിന് സ്ലിതർ ഓൺ ദി ഗ്രൗണ്ടും പറ്റും. പിന്നെ അതായത് ഇങ്ങനെ പാമ്പിനെയൊക്കെ പോലെ ഇങ്ങനെ എഴഞ്ഞ് പോകാൻ പറ്റും. പിന്നെ സെക്കൻഡ് ഇതിലുള്ളത് വൈ എന്ന് പറയുന്നത് ഹാവ് സ്കെയിൽസ് മീൻസ് ഹാവ് സ്കെയിൽസും സ്ലിതർ ഓൺ ദ ഗ്രൗണ്ടും ഈ എക്സിനുണ്ട്. പിന്നെ വൈക്ക് ഹാവ് സ്കെയിൽസ് എന്നുള്ള പ്രോപ്പർട്ടിയേ ഉള്ളൂ ഇതിൽ തന്നിരിക്കുന്ന അനുസരിച്ച്. പാമ്പാണ് സ്കെയിൽസ്, പാമ്പിന് സ്കെയിൽസ് ഉണ്ട്, പാമ്പിന് സ്ലിതർ ചെയ്യാനും പറ്റും. അപ്പൊ എക്സ് സ്നേക്ക് ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി വൈ എന്ന് പറയുന്നത് ഫിഷ് ആണ്. കാരണം എന്തെന്ന് വെച്ചാല് ഹാവ് സ്കെയിൽസ്, ഫിഷിന് നമ്മൾ ചെതുമ്പലുണ്ട്, അതാണ് സ്കെയിൽസ്. അപ്പൊ നമുക്ക് ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഈ കാണുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ അപ്പൊ ബി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ ഗിവൺ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതിൽ ഏതാണ് ഇത് ചേരുന്നത് നോക്കണം. അങ്ങനെയാണ് ഇത് കൊടുത്തേക്കുന്നത്. ആംഗിൾ ഗ്ലൈഡിംഗ് ജോയിന്റ്, ആംഗിൾ ഗ്ലൈഡിംഗ് ജോയിന്റ് ആണ് ഇത്. ഗ്ലൈഡിംഗ് ജോയിന്റിന്റെ എക്സാമ്പിൾ ആണ് ആംഗിൾ. അപ്പൊ ഹിഞ്ച് ജോയിന്റിന്റെ എക്സാമ്പിൾ ഇതിൽ ഏതാണ്? ഷോൾഡർ എക്സാമ്പിൾ ആണോ, നെക്ക് എക്സാമ്പിൾ ആണോ, റിസ്റ്റ് എക്സാമ്പിൾ ആണോ, എൽബോ എക്സാമ്പിൾ ആണോ? ഇത് ഏതാണ് എക്സാമ്പിൾ? ഷോൾഡർ എക്സാമ്പിൾ അല്ല, നെക്ക് എക്സാമ്പിൾ അല്ല, റിസ്റ്റ് എക്സാമ്പിൾ അല്ല, എൽബോ ആണ് ഇതിന്റെ എക്സാമ്പിൾ. ഈ കാണുന്നതാണ് ഈ ഡി ആണ് ഇതിന്റെ ആൻസർ. ഇത് കഴിഞ്ഞ 2025 വന്ന ക്വസ്റ്റ്യൻ ആണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിന്റെ ആൻസർ ഡി, എൽബോ ആണ്. ഈ കാണുന്ന സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എൽബോ. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ട് ദ ഓഡ് വൺ ഔട്ട് ദ ബേസിസ് ഓഫ്. റൂട്ടിന്റെ ബേസിസിൽ ഓഡ് വൺ ഔട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതില് ഈ കാണുന്ന പിയും ബീൻസും ഈ സാധനവും ഒക്കെ ടാപ്പ് റൂട്ട് ഉള്ളതാണ്. ടാപ്പ് റൂട്ടാണ് ഈ മൂന്നെണ്ണത്തിനും ഉള്ളത്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഓഡ് വൺ ഔട്ട് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ റൈസ് ആണ് ഓഡ് വൺ ഔട്ട്. കാരണം ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഇതാണ് ഒരു ചെടി എന്ന് വെച്ചോ. ടാപ്പ് റൂട്ട് എന്ന് പറയുമ്പോ അത് ഇങ്ങനെയൊക്കെ ആയിരിക്കും, മറ്റേ ഇങ്ങനെ പടപടാന്നൊന്നും ഇരിക്കൂല. പക്ഷെ റൈസിൻ്റെത് ഫൈബ്രസ് റൂട്ടാണ്. ഫൈബ്രസ് റൂട്ട് എന്ന് പറഞ്ഞാല് എന്താണ്? ഫൈബ്രസ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെങ്ങനെയാന്ന് വെച്ചാ ഇപ്പൊ ഈ കാണുന്ന ഇത് പുല്ലാന്ന് വിചാരിക്കും. എനിക്ക് നന്നായിട്ട് പുല്ലൊന്നും വരയ്ക്കാൻ അറിഞ്ഞൂടാ. ഫൈബ്രസ് റൂട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറെ ഇങ്ങനെ കുറെ വരകൾ പോലത്തെ റൂട്ടായിരിക്കും ഉണ്ടാവുക. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കോക്കനട്ട്, റൈസ്, വീറ്റ്, പിന്നെ ഗ്രാസ്, ഇങ്ങനത്തെ സാധനങ്ങളാണ് ഫൈബ്രസ് റൂട്ടിന്റെ എക്സാമ്പിൾ. അപ്പൊ എന്താണ് തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓഡ് വൺ ഔട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് റൈസ് ആണ്. ഓക്കെ,
അപ്പൊ ഇത് റൈസാണ് ഓട് വെള്ളം. അപ്പൊ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയ്ക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5K വ്യൂസ് കിട്ടിയാൽ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എല്ലാ വട്ടവും 3 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്താൽ മതി. കാരണം അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും എല്ലാം കൂടെ ചെയ്താൽ മതി. ചെയ്യുമ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിനായി ഒരു 5K വ്യൂസ് എവിടെന്നെങ്കിലും ഒപ്പിച്ചു തന്നാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് തരാം. അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.